സർ ഇതിനകത്തുകൂടി പാക്ക് ചെയ്തോട്ടെ. സർ IB എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു ക്രിമിനൽ നമ്മുടെ കോസ്റ്റ് വഴി ഇങ്ങോട്ടേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന്. ഫാക്സ് ഇപ്പോൾ വരും. സർ കോസ്റ്റൽ റീജിയൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം. സർ ഒരു ഓർഡർ ഇട്ടിരുന്നെങ്കിൽ 10-30 കൊല്ലമായില്ലോ ഇങ്ങനെ ഓടുന്നു. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓർഡേഴ്സിന്. സർ താൻ മറന്നു, ഞാൻ ഇന്നലെ റിട്ടയർ ആയിരുന്നു. സാർ അവിടെ എല്ലാം റെഡിയാണ് സാർ. ആ, ഞാൻ വരാമെന്ന് പറയും. ഓക്കെ സാർ. സോറി സർ. ഒഫീഷ്യൽ ലൈഫിൽ നിന്നും റിട്ടയർഡ് ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഒരു നാൾ, ഇന്ന് ആ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത് ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ് സാറാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒട്ടേറെ സംഭവവികാസങ്ങളും ഒരുപാട് കേസുകളും അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ചാർലി കേസും പിടികിട്ടാപ്പള്ളി കുറുപ്പിനെ കുറിച്ചുമാണ്. വെറും ഒരു അപകടപരമായി മാത്രം മാറിയിട്ടിരുന്ന ആ ഒരു സംഭവം തൻ്റെ അന്വേഷണ മികവ് കൊണ്ട് അതിൻ്റെ പിന്നിലെ നിഗൂഢതയെ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനിയും പൊട്ടിച്ചോണ്ട് വരരുത് കേട്ടോ. അളിയനെപ്പത്തി ഗോപികൃഷ്ണന്റെ വിശേഷം അവിടെ അറിഞ്ഞപ്പോ തന്നെ പിന്നെ ഇരിപ്പുറച്ചില്ല. അതാ ഇങ്ങി പോകുന്ന നന്നായി. എല്ലാം അമ്പലപ്പുഴ കൃഷ്ണന്റെ അനുഗ്രഹം. ഗമ കാണിക്കുന്നു നാണമില്ലാതെ. അതെന്താ ഗോപന് PUCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് അത്ര കുറച്ചിലായിപ്പോയി മൂത്തൊളിന്? എന്നിട്ടാ ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൻ എവിടെ? ഡിഗ്രിക്ക് ചേരാൻ കോളേജിൽ പോയതാ. ഡിഗ്രിക്ക് ചേര് കോളേജിൽ? എടോ, തൻ്റെ ഇവളുടെ മൂത്ത സന്തതി ശ്രീമാൻ ഗോപികൃഷ്ണ കുറുപ്പ് PUCക്ക് നല്ല വൃത്തിയായിട്ടങ്ങ് തോറ്റു. എന്നാലും ഇത്ര ചെറുപ്പത്തിലെ അവന് പട്ടാളത്തിലൊക്കെ ചേർക്കാന്ന് പറഞ്ഞ. പട്ടാളമല്ലത്, ഇന്ത്യൻ എയർഫോഴ്സാ. പിന്നെ നമ്മൾ ചേരുവല്ല, അവരാ സെലക്ട് ചെയ്യുന്നത്. എടോ, എക്സ് മിലിറ്ററിക്കാരനെ തനിക്ക് ഇതൊക്കെ ഒന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വയ്യേ? ഇനി അവിടെയും ചെന്ന് വല്ല പോക്കൃത്തനം കാണിച്ച് പോലീസ് പിടിച്ചാല് പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പോലീസ് പിടിക്കാനാണെങ്കിൽ അവിടെ വരെ പോണ്ട, താൻ അത് കാണ. ഗോപിയ എയർഫോഴ്സിലെ കുപ്പായൊക്കെ ഇട്ടങ്ങോട്ട് നിന്നാലുണ്ടല്ലോ നല്ല സ്റ്റൈലാ. തൽക്കാലം താൻ അത് മാത്രം ആലോചിച്ചാൽ മതി. ഗോപൻ ഇത് വന്നില്ലോടി? അവന്റെ ഈ വിക്രസ് ഒന്നും അവിടെ അവരുടെ അടുത്ത് നടക്കത്തില്ല ഗോമതി. അതെ, എയർഫോഴ്സാ, ഇന്ത്യൻ എയർഫോഴ്സ്. നീ ഒന്നും പറയണ്ട, അങ്ങോട്ട് ചെല്ലണോ? ഇവിടെ ഇനി എന്നാ കുരിശാണാവോ? ஹலோ, எங்க போற?
ഇங்கே ഈ ലൈനൊന്നും കണ്ടൂടെ? Who say that? ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും എയർഫോഴ്സ്. I say, who say that? You. Shoe not polished? This how you stand in Air Force camp? Do you know meaning of decorum? സോറി സാർ. Everybody, fallen in threes. 3 lines. Come, come, come. Attention. Stand at T's. Abranjan. Don't know Abranjan? Useless fellows. Hands out. Sitting position. Good. Sir, coffee. Murthy. Sir? Who is that bloody idiot? Attention. Call him. Stand at T's. Abranjan. Good. Hey, sir, கூப்பிடுறாரு. Attention. Sir, கூப்பிடுறாரு. Yes, yes. You take position. Do drill. Sir. Attention! Stand at desk! Sir? Who are you? Sir, myself Govi Krishnan. Coming from... I don't think you belong here. No, sir. Yes, sir. Sir, I finished written test, sir. Third attempt. Now medical test, sir. எதுக்கு வந்த? Sir, medical test, sir. No. I asked why Indian Air Force? To fly, sir. Parakan. இங்கே பண்ணலாமே. Anand. Sir. Teach him how to fly. Yes, sir. Until I say, get up. Here. Sir, fly. Fly, sir? Fly. This is okay, sir? Stand at desk. Let your bloody legs also fly high. Relax. Okay, sir. Back to line. ദ പ്രസ്റ്റീജിയസ് ഇന്ത്യൻ എയർഫോഴ്സ്. എന്ത് പറയാനാ, ഇവിടെയും കുറേ ജീവിതങ്ങളുണ്ട്. കലാബോധം ഒരല്പം പോലും ഇല്ലാത്ത അപ്പൻ്റെ നിർബന്ധം കാരണം ഗിറ്റാറും സ്റ്റേജും സ്വപ്നം കണ്ട് നടന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന കോക്പിറ്റും ഫോലൻ നാറ്റും. RIP റോക്ക് സ്റ്റാർ പീറ്റർ. RIP. 2 തലമുറയായ രാജ്യസ്നേഹത്തിൻ്റെ പൈതൃകം നിലനിർത്താനെത്തിയ സുർജിത് സിംഗ്, എ ട്രൂ ഇന്ത്യൻ ബൈ ഹാർട്ട്. പിന്നെ എയർഫോഴ്സിനോ പോട്ടെ, സ്വന്തം വീടിനും നാടിനും എന്തിനേറെ അവന് പോലും അറിയാത്ത വിധം പറന്നുകൊണ്ടിരിക്കുന്ന ദ ഗ്രേറ്റ് ഗോവി കൃഷ്ണൻ.